Hello dear student, welcome back to Learn and Grow. Today we are going to discuss class 7 Hindi chapter 3 Gandhi Ji ki Namak Kada. Okay, so let's start the class. Gandhi Ji ki Namak Kada. A story, ഇതൊരു കഹാനി, ഒരു കഥയാണ്. ഓക്കെ, ഗാന്ധി ജിക്ക് നമക് കഥ. നമക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഉപ്പ് അല്ലേ? കഥ, കഥ, സ്റ്റോറി. അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിരിക്കും അല്ലേ? ഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതിൽ. ഇവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇത് ഗാന്ധിജിയുടെ അന്നത്തെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു പിക്ചറാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഉദ്യൻ വാജ്പേയി ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ സ്റ്റോറി. एक राजा के तीन बेटियां थी. എന്താണ്? ഒരു രാജാവിന്, ഏക് രാജ, ഒരു രാജാവിന്, തീൻ ബേട്ടിയാം ധി, 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. തും ചാഹേ തോ, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ചാഹേ. ഉസ് രാജാക്കി, ആ രാജാവിന്, 4 ബേട്ടിയാം ബി ഹോ സക്തി ഹേ, 4 മക്കൾ കൂടി ഉണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ. ഇസ് കഹാനിമേ, ഈ കഥയിൽ തന്നെ, രാജാനെ ഉൻസെ പൂച്ചാക്കി വേ ഉനെ കിത്നാ പ്യാർ കർത്തേ ഹേ. ഒരു ദിവസം രാജാവ് തൻ്റെ പെൺകുട്ടികളെ വിളിച്ച് ചോദിച്ചു, പൂച്ച, ചോദിക്കുക, ഉൻഹെ കിത്നാ പ്യാർ കർത്തേ ഹേ, അവർ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഓക്കെ, പെഹലീനെ കഹ, അപ്പോൾ ആദ്യത്തെ മകൾ പറഞ്ഞു. എന്താണ്? കഹ എന്ന് വെച്ചാൽ പറയുക. ഓക്കെ, മേ തുംഹെ ഉത്തനാ സാരാ പ്യാർ കർത്തി ഹൂ ജിത്നാ ബഡാ സൂരജ് ഹേ. അപ്പോൾ മേ തുംഹെ, ഞാൻ നിങ്ങളെ, ഇത്തനാ സാരാ, മേ തുമ്മേ ഉത്തനാ സാരാ പ്യാർ കർത്തി ഹൂ ജിത്നാ ബഡാ സൂരജ് ഹേ, ഞാൻ നിങ്ങളെ എത്ര അധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ സൂര്യൻ എത്ര വലുതാണ് അത്രയും അധികം സ്നേഹം എനിക്കുണ്ട്. അപ്പോൾ രാജാനെ ഖുഷി സെ സിർഹിലായ, രാജാവ് സന്തോഷത്താൽ തലകുലുക്കി. സിർഹിലായ എന്ന് വെച്ചാൽ തലകുലുക്കുക. ഓക്കെ, दूसरी ने कहा मैं तुम्हें उतना चाहती हूँ जितने चांद सितारे ആസ്മാൻ മേ. രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞു, എന്താണ്? ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു, ജിത്തനെ ചാന്ദ്, ചന്ദ്രനും, സിതാരെ, നക്ഷത്രങ്ങളും, ആസ്മാൻ മേ, ആകാശത്തിൽ, ചന്ദ്രനോളം നക്ഷത്രോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആകാശത്തിലുള്ള ചന്ദ്രനോളം നക്ഷത്രത്തോളം. ഓക്കെ, രാജാനെ ഖുഷി സെ സിർ ഹിലായ, രാജാവ് വീണ്ടും സന്തോഷത്താൽ തല കുലുക്കി. സിർ തല, ഹിലായ കുലുക്കി. ഓർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക, എന്നിട്ട് മൂന്നാമത്തെ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു. ഓക്കെ, തീസരി ചുപ് ഗഡീദി, ചുപ് ഗഡീദി, മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വഹ് ബോലി, അപ്പോൾ അവൾ പറഞ്ഞു, മേ തുംഹെ ഗാനേ മേ നമക് ജിത്നാ പ്യാർ കർത്തി ഹേ, ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു വെച്ചാൽ ഖാന, ഭക്ഷണത്തിൽ എത്രത്തോളം ഉപ്പുണ്ടോ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു. കഹാനി ലംബി ചൽത്തി ഹെ, അപ്പോൾ കഥ ഇങ്ങനെ തുടരുകയാണ് അല്ലേ. പെഹലെ രാജാ കോ യഹ് ജവാബ് പസന്ത് നഹി ഹാത്ത, ആദ്യം എന്താണ്? ഈ മൂന്നാമത്തെ പെൺകുട്ടിയുടെ ആൻസർ പെഹലെ, ആദ്യം രാജാവിന്, ജവാബ് പസന്ത് നഹി ഹേ, പസന്ത് നഹി ഹേ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്? ബാക്കിയുള്ളവരൊക്കെ ആകാശത്തിലെ നക്ഷത്രങ്ങളും ഇതിനൊക്കെ ഉപമിച്ചപ്പോൾ ഇപ്പോൾ ഗാനമേ ഫുഡിൽ നമുക്ക് ഉപ്പിൻ്റെ അത്രത്തോളം സ്നേഹമുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആദ്യം രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. पर कहानी के अंत में वह राजा गाना में तथा जीवन में नमक के महत्व को समझ जाता है.
പക്ഷേ ഈ ഒരു കഥയുടെ അവസാനത്തിൽ രാജാവിന് എന്താണ് മനസ്സിലാവുന്നത്? ഗാനാമേ തഥാ ജീവൻമേ നമുക്കേ മഹത്ത്. ഫുഡിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കിൻ്റെ ആ മഹത്വം മനസ്സിലാക്കുന്നു അവസാനം, ഈ കഥയുടെ അവസാനം. സമജാത്താ ഹേ तब अपनी छोटी बेटी के प्यार की गहराई को समझाता है. അപ്പോൾ മാത്രമാണ് രാജാവിന് തൻ്റെ ചോട്ടി ബേട്ടി, ഏറ്റവും ചെറിയ പെൺകുട്ടിയോട് തന്നോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് മനസ്സിലായത്. ഓക്കെ, നമ്മുടെ ഫുഡിലും ജീവിതത്തിലും ആ ഉപ്പിനുള്ള ആ ഒരു സ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ തൻ്റെ ചോട്ടി ബേട്ടിക്ക് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയത്, അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്താണ്. तुम ध्यान से पढ़ो तो पाएंगे कि यह कहानी ना तो राजा की है. ഓക്കെ, അപ്പം നമ്മളിത് ശരിക്കും ഈ കഥ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നാ തോ രാജാ കി ഹേ, രാജാവിൻ്റെ കഥയല്ല. നാ ഉസ്കി പസന്ത് കി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളുടെയും കഥയല്ല. യഹ് കഹാനി നാ ഉസ്കി ബേട്ടിയോം കെ ബാരേമേ, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കഥയുമല്ല. പിന്നെന്താണ്? ന ഉസ്കെ കഹ്നെ കെ ബാരേമേ, അദ്ദേഹത്തിൻ്റെ കഥയുമല്ല. യഹ് നമക് കി കഹാനി ഹേ, എന്താണ് ഇത്? നമക് വെച്ചാൽ സോൾട്ട്, ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക് നമക് കി കഹാനി ലിഖി ദി, മഹാത്മാഗാന്ധിയും ഒരു നമക്, ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. वह कहानी ഉൻഹോനെ ബോൽക്കർ നഹി ലിഖി, ഗാന്ധിജി കഥ എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലേ ഉപ്പിനെ കുറിച്ച്, പക്ഷേ അത് ബോൽക്കർ നഹി ലുക്കി എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല. വഹ് കഹാനി ഉൻഹെ ചൽക്കർ ലിഖി, ആ കഥ ഉൻഹോനെ ചൽക്കർ നടന്നുകൊണ്ട് എഴുതിയതാണ്. ലിഖീതി എഴുതുക. വഹ് കഹാനി ഉൻഹോനെ മിൽ ചൽക്കർ ലിഖീതി, ആ കഥ ഗാന്ധിജി സൈക്കഡോ മൈൽ, വഹ് കഹാനി ഉന്നെ സൈക്കഡോ മൈൽ ചൽക്കർ ലിഖി ദി, 100 എന്താണ് 100 മൈൽ നടന്നുകൊണ്ടാണ് ഈ കഥ എഴുതിയത്. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ബി ലിഖി ദി, എന്താണ് ഇത്? അദ്ദേഹം മാത്രമല്ല, പിന്നെന്താണ്? ഉൻകെ സാത്ത് ചൽ രഹേ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന ദേശ് ഭർ കെ ലോഗോം, ആ ദേശത്തിൻ്റെ മൊത്തം ആൾക്കാരും കൂടെ എഴുതിയതാണ്. वे सब हमारे देशा में अंग्रेजों द्वारा की जा रही अंधाधुंध लूट से चिंतित है. അപ്പോൾ അവരൊക്കെ ഹമാരെ ദേശമേ, എന്താണ് നമ്മുടെ രാജ്യത്ത് അംഗ്രോസോം ബ്രിട്ടീഷുകാർ ദ്വാരാക്കി ജാ രഹി, ബ്രിട്ടീഷുകാരുടെ കൊള്ള, ഓക്കെ, അവരുടെ കൊള്ളയിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് ജോ ഹമാരെ ദേശക്കി അംഗ്രോസോം ആ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മളുടെ ദേശത്തെ ചങ്കുൽ സെ ചുഡാന എന്ന് പറഞ്ഞാൽ ആ ബ്രിട്ടീഷുകാരുടെ പിടുത്തത്തിൽ നിന്ന് നമ്മളെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ജിൻഹോനെ ഭാരത് ദേശ കോ നഹി തരഹ് സെ ചലാനെ കാ സപ്ന ആങ്കോ മേ ലിയാദ, ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പിടിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ച് എന്താണ് നെഹി തരഹ്, പുതിയ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ച് നെഹി തരത്, പുതിയ ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരാനുള്ള ഒരു സ്വപ്നം, അല്ലേ? സപ്ന ആങ്കോമേ ലിയാദ, സ്വപ്നം കണ്ടിരുന്നു. ഉൻ ദിനോം അംഗ്രോസോം നെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗാ രഹാ താ, ഓക്കെ, അപ്പോൾ എന്താണ്? ആ സമയങ്ങളിൽ അംഗ്രോസോനെ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ എന്താണ് നമക്, ഉപ്പിൽ ടാക്സ് രഖാഥ, ഉപ്പിൽ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. ഓക്കെ,
ഇസ്സേ നമക് ബഹുത് മെഹങ്ക ഹോ ഗയ. അപ്പോൾ ഈ ഉപ്പിൽ ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ എന്താ ഇത് ഭയങ്കര മെഹങ്ക ഹുവ, നല്ല വിലപിടിപ്പുള്ളതായിട്ട് മാറി. അംഗ്രോസോം നെ ഭാരത് കെ ലോഗോം കെ ഖുദ് നമക് ബനാനെ സെ റോക. അത് മാത്രമല്ല ഈ ബ്രിട്ടീഷുകാർ ഭാരത് കെ ലോഗോം കെ ഇന്ത്യക്കാർക്ക് ഖുദ് സ്വന്തമായി നമക് ബനാനെ ഉപ്പുണ്ടാക്കുന്നതിൽ രോഗ് ലഗാത, അവരെ അത് സ്വന്തമായി ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത. അഗർ കോയി, ഇനി ആരെങ്കിലും നമ്മുടെ സമുദ്രത്തിൽ നിന്ന് നമക് ബനാത്ത ഉപ്പുണ്ടാക്കിയാൽ ഉസേ സജാ ഹോ സക്തി ഹേ. എന്താണ്, അവരെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി സാലോം പെഹലെ. ഗാന്ധിജി സാലോം പെഹലെ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പനെ കുച്ച് സാത്തിയോം കെ, തൻ്റെ സുഹൃത്തുക്കളുമായി, കെ സാത്ത് അഹമ്മദാബാദിലെ പൈതൽ ദാണ്ടി നാം കെ സമുദ്ര കിനാരെ. എന്താണ് ദാണ്ടി നാം എന്ന് പറയുന്ന, ദണ്ഡി എന്ന് പറയുന്ന സമുദ്രത്തിൻ്റെ അടുത്തേക്ക് സേ ഗാബ് ചൽപ്പടെ. പൈതൽ എന്ന് വെച്ചാൽ നടന്നുകൊണ്ട് പോയി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി തൻ്റെ സാത്തിയോം കെ സാത്ത് എവിടെയാണ് പോയത്? അഹമ്മദാബാദിലെ ദാണ്ടി നാം സമുദ്രക്കെ കിനാരെ, നടന്നുകൊണ്ടാണ് പോയത്. ഓക്കെ, പൈതൽ എന്ന് വെച്ചാൽ നടന്നുകൊണ്ട് പോവാ. वे वहाँ जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों का काला कानून तोड़ना चाहता थे. അപ്പോൾ എന്തിനാണ് അവിടെ പോയത്? വേ വഹാം ജാക്കർ, അവിടെ പോയി, സമുദ്ര കെ പാനി സേ, സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ എന്താണ്, ഖുദ് നമക് ബനാക്കർ, സ്വന്തമായി നമക് ഉണ്ടാക്കി, അംഗ്രോസോങ്ക, ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൻ എന്ന് വെച്ചാൽ കറുത്ത നിയമം, കരി നിയമം എന്നൊക്കെ പറയില്ലേ, തോഡ്ന ചാത്താ ഹെ, അത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ഗാന്ധിജി 3 ഹഫ്തോം സേ ബി അധിക് പൈദൽ ചലത്തെ രഹെ. ഗാന്ധിജി 3 ഹഫ്തോം, 3 ആഴ്ച വരെ എന്താണ്, അധിക് പൈദൽ. ഓക്കെ, ഗാന്ധിജി 3 ഹഫ്തോം സേ ബി അധിക് പൈദൽ ചലത്തെ രഹത്തെ. 3 ഹഫ്തോ എന്ന് വെച്ചാൽ 3 ആഴ്ച വരെ അങ്ങനെ നടന്നിട്ടായിരുന്നു പോയിരുന്നത്. ഉൻകെ സാത്ത് ദേശ് ഭർ സേ ലോഗ് ആ ജാക്കർ ജുഡ്ത്തെ ഗഹെ. അപ്പോൾ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് മറ്റുള്ള ഉൻകെ സാത്ത് ദേശ് ഭർ സേ ലോഗ്, ആ ദേശത്തിലെ ആൾക്കാരും ആക്കർ, ഇങ്ങനെ നടന്നു വന്ന സമയത്ത് ആ ദേശത്തുള്ള ആൾക്കാരും വന്നിട്ട് ജുഡ്ത്തെ ഗയെ എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇസ് തരഹ് ജബ് വേ ദാണ്ടി പൗഞ്ചെ. അങ്ങനെ ഇപ്രകാരം ഇവര് ദാണ്ടി എന്ന ഈ സമുദ്രത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ഉൻകെ സാത്ത് ഹസാരോം ലോഗ് ദേ. ഇങ്ങനെ ഓരോ ദേശത്തിലെ ആൾക്കാർ കൂടി ചേർന്ന് ഹസാരോം ലോഗ് ദേ അവിടെ എത്തിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരായി. ജോ സമുദ്ര കെ പാനി മേ ധൂലെ നമക്കോ ബാഹർ ലാക്കർ അംഗ്രേസോं का कानून तोड़ना चाहता थे. അവരൊക്കെ കൂടിയിട്ട് എന്താണ്, സ്വന്തമായിട്ട് നമുക്കുണ്ടാക്കി ഈ ബ്രിട്ടീഷുകാരുടെ കരി നിയമം, കാനൂൻ, അംഗ്രേസോं का कानून, ബ്രിട്ടീഷുകാരുടെ കരി നിയമം, തോഡ്ന ചാത്താതെ, ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു. ഇസേ ഭാരത് പർ അംഗ്രോസോं की पकड़ ढीली पड़ती है. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ആ ഒരു പിടി മെല്ലെ ഇങ്ങനെ അഴിയാൻ തുടങ്ങി. രാസ്തേക്കോ കഹി ഗാവ് പടേ. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴികളിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടാവാം അല്ലേ. ഗാന്ധിജി ഓർ ഉസ്കെ സാത്തി ജഹാം ബി റുക്തെ ഗാവോ വാലെ ഉനെ പൂരെ മൻ സെ ഖാന ഖിലാത്തെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ഗ്രാമങ്ങളിൽ എത്തിച്ചേർന്നാൽ എന്താണ്, ആ ഗാവോം വാലെ ഉൻഹെ പൂരെ മൻസെ ഖാനാ ഖിലാത്തെ, അവിടുത്തെ ആൾക്കാർ മനസ്സ് നിറയെ ഭക്ഷണം, ഖാനാ ഖിലാത്തെ, ഭക്ഷണം കൊടുക്കുമായിരുന്നു. വേ സഭി ലോഗ് രാസ്തെ
किसी सॉरी वे सभी लोग रात किसी गाँव में കാടത്തെ और सुबह फिर चल पड़ते അപ്പോൾ രാത്രി ആയാൽ ആ ഗ്രാമത്തിൽ അവർ തങ്ങുകയും സുബ ഫിർ ചൽ പടത്തെ രാവിലെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങും. ഓക്കെ. दांडी पहुँचते ही सभी को समुद्र का ആസ്മാൻ തക് ഫെയില വിസ്താർ ദിക്ക. അങ്ങനെ അവർ നടന്ന് ദാണ്ഡി സമുദ്രത്തിലെത്തിയപ്പോൾ അവരെന്ത് കണ്ടു? സമുദ്ര ക ആസ്മാൻ തക് ഫെയില വിസ്താർ ദിക്ക. ഈ സമുദ്രവും ആകാശവും ഇങ്ങനെ ഒന്നിച്ച് നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നുമല്ലേ, രണ്ടും ഒന്നിച്ച് ഇങ്ങനെ വിസ്താരമായിട്ട് കിടക്കുന്നത് കണ്ടു. ലഹരോം ദിക്കി. കടലിൻ്റെ തിരമാലകൾ കണ്ടു. ലഹരോം മേ ചമക്ത സൂരജ് ദിക്ക. ഈ തിരമാലകളിൽ ചമക്ത മിന്നിത്തിളങ്ങുന്ന സൂരജ്, സൂര്യൻ്റെ വെളിച്ചം കണ്ടു. പിന്നെന്താണ്? കിനാരെ കെ ഖട്ടി മേ നമക് സേ ഖാടാ ഹുവാ പാനി ഓർ അപ്പനി അപ്പന നമക് ദിഖാ. കാണ്ഠോ മേ നമക് സേ ഖാടാ ഹുവാ പാനി ഓർ അപ്പനെ അപ്പന ബന നമക് ദിക്ക. പിന്നെന്താണ്? ഈ സമുദ്രത്തിൻ്റെ കിനാരെ സൈഡിൽ അവരൊരു കുഴി കുഴിച്ച് ഇങ്ങനെ നമക് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി അല്ലേ. അപ്പനെ ആപ്പ് ബന നമക് ദിക്ക, സ്വന്തമായി ഉണ്ടാക്കിയ നമക് ഉപ്പൊക്കെ കണ്ടു. ഉൻ സബി കോ ഗാന്ധിജീനെ യഹാം ലാക്കർ പൂരെ ദേശ കോ അംഗ്രേസോൻ സെ മുക്ത് ഹോനെ കാ രാസ്ത ദിക്കാ ദിയ. അപ്പോൾ എന്താണ്? ഗാന്ധിജി അവരൊക്കെ ഇവിടെ ഈ ദാണ്ഡി നാം സമുദ്രത്തിൻ്റെ അടുത്ത് കൊണ്ട് എന്താണ് അവർക്ക് കാണിച്ചു കൊടുത്തത്? പൂരെ ദേശാങ്കോ, എല്ലാ ദേശക്കാർക്കും അംഗ്രോസോങ് സെ മുക്ത് ഹോന, ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മുക്ത് ഹോനെ എന്ന് വെച്ചാൽ ഫ്രീഡം അല്ലേ, അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു ഫ്രീഡത്തിനുള്ള ഒരു വഴിയാണ് കാണിച്ചു കൊടുത്തത്. ഹമാരെ ദോസ്ത് ഓർ കഹാനിക്കാർ അനന്തമൂർത്തി കഹത്തെ ഹേ കി. അപ്പോൾ നമ്മുടെ ഈ കഥ എഴുതിയ ആളുടെ ഫ്രണ്ടായ അനന്തമൂർത്തി പറയുകയാണ്, അനന്തമൂർത്തി കഹത്തെ ഹെ കി ജബ് ഗാന്ധിജിനെ സമുദ്ര കിനാരെ ഹാത്ത് മേ മുട്ടി ഭർ നമക് ഉഠായ. അങ്ങനെ ഗാന്ധിജി ആ സമുദ്രത്തിൻ്റെ കരയിൽ നിന്നും ഒരു ഹാത്ത് മേ മുട്ടി ഭർ എന്ന് വെച്ചാൽ ഒരു കൈപ്പിടിയിൽ ഇങ്ങനെ നമക്ക് എടുത്തിട്ട് പറഞ്ഞു, എന്താണ്? ഉൻഹോനെ ദേശ് കെ ആസാദ് ഹോനെ കാ രാസ്ത ഖോൽ ദിയ. അങ്ങനെ ഗാന്ധിജി ഈ ദേശത്തിന് മൊത്തം എന്താണ് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു വഴി കാണിച്ചു തരികയാണ് അല്ലേ. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. അപ്പോൾ ഇതിന് ശേഷം എത്രയാണ്? ഒരു 15 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആസാദ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഈ ഗാന്ധിജി കാണിച്ച ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ഏകദേശം ഒരു 17 വർഷത്തിന് ശേഷം എന്താണ് നമ്മളെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അല്ലേ. ഓക്കെ. ഇസ് കഹാനി മേ ഓർ ബി കഹി ബീത്തരി ദുമാവേ. എന്താണ്? ഈ കഥയിൽ വേറെയും കുറേ ധുമാവ് ഹേ. ധുമാവ് എന്ന് വെച്ചാൽ എന്താണ്? വഴിത്തിരിവ്. ഓക്കെ. ഈ കഥയിൽ വേറെയും വഴിത്തിരിവുകളുണ്ട്. തും വഹ് സബ് ഖുദ് ഖോജോ. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട്, സബ് ഖുദ് ഖോജോ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഖുദ് യഹ് ഖോജോ കി ഹം കിൻ കിൻ രാസ്തോം സെ അംഗ്രോസോം കെ ചങ്കുൽ സെ ചുടേതേ. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ ബ്രിട്ടീഷുകാരുടെ ചങ്കുൽ സെ, ആ ഒരു പിടുത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്, ആ ബ്രിട്ടീഷുകാരുടെ വലയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്, അവരുടെ ഏതൊക്കെ വഴിയിലൂടെയാണെന്ന് നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്താനാണ് അല്ലേ. ഒക്കെ ഒരുപാട് നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ടിൽ ദെൻ ബൈ. അപ്പോൾ എൻ്റെ ഒരു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. വീണ്ടും കാണാം. ബൈ.